ലയൺസ് ക്ലബിന്റെ ആളുകളുണ്ട്. സാർ നിങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ? ഒരു വലിയൊരു ദുരന്ത ഭൂമി തന്നെയാണ്. തീർച്ചയായിട്ടും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം. പക്ഷേ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇവിടെ കാണുമ്പോൾ. നമുക്ക് ഒരിക്കലും ഉൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇവിടെ. തീർച്ചയായിട്ടും പ്രവർത്തനം ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ എല്ലാ സമയത്തും ഇത്തരം പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും അതുപോലെ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെസ്ക്യൂ എന്തെങ്കിലും ഞങ്ങളുടെ റെസ്ക്യൂവിൽ നമ്മൾക്ക് പ്രത്യേകിച്ചിട്ട് നമുക്ക് മിഷണറിൻ്റെ പ്രവർത്തനമാണ് കൂടുതലായിട്ട് നടത്താൻ പറ്റുന്നുള്ളത്. മാനുവലി നമുക്ക് പറ്റുന്നുള്ളത് ക്ലീനിങ് എന്തെങ്കിലും ചെയ്യാനും അതിനെ മേൽനോട്ടം വഹിക്കാൻ മാത്രമാണ് നമുക്ക് പറ്റുക. ഇതിനോടകം തന്നെ നിങ്ങൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സഹായങ്ങൾ നൽകി കഴിഞ്ഞു കാണും. തീർച്ചയായിട്ടും നമ്മൾ ലയൺസ് ക്ലബ്ബ് എന്നും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളോ അതുപോലെയുള്ള ഇതിനൊക്കെ നമ്മൾ എല്ലാവിധ സാമ്പത്തികമായിട്ടും മറ്റുള്ള സഹായങ്ങൾ ചെയ്തു. ഏകദേശം 5 കോടിയുടെ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങളും അഭിനന്ദനകരമായി തന്നെ തീർച്ചയായിട്ടും എല്ലാവരും സർക്കാരും ബാക്കിയുള്ള സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഇതൊരു മാതൃകയാണ്. ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ ഈ കേരളം ഒരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ കാസർഗോഡ് നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമുക്ക് കഴിയുന്നുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കവറടക്കം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ഉദ്യോഗസ്ഥന്മാരും ഒരു ശരീരം എന്ന് വെച്ചാൽ ഒരു ബോഡി അല്ലല്ലോ. ചെറിയൊരു പാർട്സ് കിട്ടിയാൽ പോലും അതൊരു ശരീരമായി കണക്കാക്കി ഒരു മനുഷ്യൻ്റെ ഒരു ശരീരമായി കണക്കാക്കിയിട്ട് അതിനെ മറവ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിനും ബന്ധപ്പെട്ട കാര്യമായ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച് അതിന് DNA ടെസ്റ്റ് റിപ്പോർട്ട് അടക്കം എല്ലാം അവർ വളരെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ മത ആൾക്കാരെല്ലാവരും ക്രിസ്ത്യാനിസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവരുടെ മെയിൻ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ബോഡിയും മറവ് ചെയ്തത്. ഞങ്ങൾ ആ ബോഡി മറവ് ചെയ്യുമ്പോഴും അതിലേക്ക് മണ്ണിടുന്നതിലെല്ലാം ലയൺസ് ക്ലബിൻ്റെ എല്ലാവരും ഞങ്ങളൊക്കെ അതിൽ സഹകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ചയായിരുന്നത്.